ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം ഏറെക്കാലം രണ്ട് മക്കളുമൊത്ത് ഒറ്റപ്പെട്ട ജീവിതത്തിലായിരുന്നു സീരിയൽ താരം ദിവ്യ ശ്രീധരന്റേത്. ആത്മഹത്യാ വിഷാദം തുടങ്ങിയവയെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ ദിവ്യ ശ്രീധരെ അലട്ടിയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്ന സമയത്താണ് ക്രിസ് വേണുഗോപാൽ ദിവ്യയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ക്രിസും വിവാഹമോചിതനായിരുന്നു. ദിവ്യ മാത്രമല്ല, അവരുടെ രണ്ടു മക്കളുടെയും സംരക്ഷണം ക്രിസ് ഏറ്റെടുത്തു. ഗുരുവായൂരിൽ വെച്ച് ആർഭാടപൂർവ്വം നടന്ന വിവാഹത്തിന്റെയും വിവാഹ സൽക്കാരത്തിന്റെയും എല്ലാം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ദിവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന വിമർശനം ക്രിസിന്റെ സ്വത്തും പണവും കണ്ട് കെട്ടി എന്നതായിരുന്നു. ഇപ്പോഴാ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിമർശകർക്ക് മറുപടി നൽകി ദിവ്യ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. സ്വത്ത് കണ്ടിട്ട് കൂടിയാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് താരം പറയുന്നു. നല്ല ആളുകളെ കണ്ടുമുട്ടിയാൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്. ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വിവാഹിതയായത്. എവിടെ നിന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അവരാരും തുറന്നു പറയാതിരിക്കുകയായിരിക്കും. ചിലർ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. മിക്കവർക്കും 2-3 മക്കളുണ്ട്. കുഞ്ഞുങ്ങളെയും ഭാര്യയും നോക്കാൻ കഴിവില്ലാത്തവർ വിവാഹം കഴിക്കരുത് എന്നുമാണ് ദിവ്യ പറയുന്നത്. എത്ര വഴക്കുണ്ടായാലും നാളെ വന്ന് മിണ്ടും. ഇന്ന് ശരിയാവാത്ത പ്രശ്നം നാളെ ശരിയാകും എന്നൊക്കെ കരുതിയാണ് ദിവസവും വർഷവും ഞാൻ അടക്കിപ്പിടിച്ച് പലരും തള്ളി നിൽക്കുന്നത്. അവസാനം ഒട്ടും പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് വിവാഹമോചനത്തെ പറ്റി ചിന്തിക്കുകയും പിരിയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴുള്ള ആളുകളെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് ഡൈവോഴ്സ് ആണ്. ഞാൻ പറഞ്ഞത് എന്നെപ്പോലുള്ള ആളുകളുടെയും എൻ്റെയും കാര്യമാണ്. ഞാൻ അനുഭവിച്ചതുപോലെ പങ്കാളിയുടെ അടുത്തു നിന്നും വേദന അനുഭവിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. പറ്റില്ലെന്ന് തോന്നിയാൽ വിട്ടേക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക. അതിനും പറ്റിയില്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തുക. അതും തെറ്റൊന്നുമല്ല. മക്കൾ വിവാഹം കഴിക്കാൻ പ്രായമായവരാണെന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഒരു സമയം കഴിയുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി പോകും. കെട്ടിക്കാൻ പ്രായമുള്ള മോളില്ലേ എന്നായിരുന്നു എനിക്ക് വന്ന വിമർശനം. അതിനെന്താണ് കുഴപ്പം? മകളുള്ളവർ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? അവർക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാൻ അവകാശമില്ല എന്നാണോ? സ്ത്രീകൾ രണ്ടാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മെയിൻ സാമ്പത്തികം തന്നെയാണ്. എനിക്ക് സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളും ഉണ്ടായിരുന്നില്ല. കടൻ വാങ്ങിയവർ പോലും പിന്നീട് വേറെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ കേട്ട കമന്റ് ഇളവന്റെ പണം കണ്ട് കെട്ടിയതാണ് എന്നതാണ്. ശരിയാണ്, കുറച്ചൊക്കെ അതിനും കാരണമുണ്ട്. പക്ഷെ എനിക്ക് ഇത് വേണം അത് വേണം എന്നൊന്നും പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് വാങ്ങിയിട്ടില്ല. പിന്നെ വലിയൊരു വീടുണ്ടെന്ന് കരുതി ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ല. പണിയെടുത്താലേ പറ്റൂ, അല്ലാതെ ഡിപ്പോസിറ്റ് ഒന്നുമില്ല. വീടുണ്ട്, കണ്ണൂരിൽ കുറച്ച് സ്ഥലമുണ്ട്, 2-3 വണ്ടികളുമുണ്ട്. അതുകൊണ്ട് സ്വത്ത് കണ്ടിട്ട് കെട്ടി എന്ന് പറയാൻ പാടില്ല. സ്വത്തുണ്ടെങ്കിലും പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ. ഏട്ടന്റെ അച്ഛന്റെ വിയർപ്പാണ് ഞങ്ങൾ താമസിക്കുന്ന വീടും എന്ന് ദിവ്യ പറയുന്നു. നിങ്ങൾക്ക് ദിവ്യ സുധരെ ക്രിസ് വേണുഗോപാൽ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.